അരവിന്ദിലേക്കാണ് ഡൽഹിയിലെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അരവിന്ദ, കഴിഞ്ഞ ദിവസത്തെ പരാതി നോക്കുകയാണെങ്കിൽ അത് KPCC നേതൃത്വത്തിന് മാത്രമല്ല രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പരാതിക്കാരി നൽകിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിലേക്കും എത്തിയിരിക്കുകയാണ് വിഷയം. കേന്ദ്ര നേതൃത്വം ഇതിനെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? അമൃത, കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം പുതിയ പരാതി അടക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിനും ലഭിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പരാതിയിലേക്ക് ഹൈക്കമാൻഡിനെ വലിച്ചിഴക്കുന്നതിൽ കടുത്ത അതിർത്തി തന്നെയാണ് നേതൃത്വം ഉള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ തുടർ നടപടികൾ എടുക്കണമെന്നതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് കേരളത്തിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് മംഗളൂരുവിൽ സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനുശേഷമാകും ഡൽഹി കേരളത്തിലേക്ക് എത്തുക. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എന്തായിരിക്കും തുടർ നടപടികൾ എന്നതിൽ ഹൈക്കമാൻഡും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും ഒരു തീരുമാനമെടുക്കും. പ്രധാനമായും ഇപ്പോൾ സംസ്ഥാന തലത്ത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഒരുപക്ഷെ ദേശീയ തലത്തിലേക്ക് BJP ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് തന്നെ ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും സംരക്ഷണം ഇത്തരത്തിൽ പീഡന പരാതി നേരിടുന്ന ഒരാൾക്ക് ഉണ്ടായെന്നുള്ള ആരോപണം പ്രധാനമായും നിലനിൽക്കും. പാർലമെന്റ് സമ്മേളനം അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ഇത് കോൺഗ്രസിനെ ഗുരുതരമായി ബാധിക്കുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി കേരളത്തിലെത്തിയാൽ ഉടൻ തന്നെ ചർച്ച നടത്തും. അതിനുശേഷം ഒരു തുടർ നടപടികൾ ഒരുപക്ഷെ ഇതിൽ ഉണ്ടാവും. കാരണം MLA സ്ഥാനം രാജിവെക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടേക്കാം. ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നേക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം.